ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരൊറ്റ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം ഗരം മസാലൻ്റെ പൗഡറോ അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലൻ്റെ പൗഡറോ ചേർത്ത് കൊടുക്കുക. ഗരം മസാലൻ്റെ പൗഡർ ആണെങ്കിൽ ഒരു പിഞ്ച് മതിയാവും. ചിക്കൻ മസാലൻ്റെ പൗഡർ ആയതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം 1/2 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതാ 1 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാണ്ട് ചെയ്യണത്. നമുക്കിത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച പലഹാരമാകുമ്പോൾ വയറിന് കേടായതുകൊണ്ട് തന്നെ ഒരുവിധം ആളുകൾക്കൊക്കെ പേടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി വയറ് നിറയെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്യണത്. അതുപോലെ തന്നെ നമുക്ക് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണക്കടികളൊക്കെ കഴിച്ച് വയറ് കേടാവുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരുപാട് വെജിറ്റബിൾസൊക്കെ, അതായത് നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത്, സവാള, ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാബേജ്, സോയാബീൻ, അങ്ങനെ ബീൻസ്, എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മുടെ അടുത്ത് ഉള്ളത് വെച്ചിട്ട്, ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും എന്താണോ ഇനി സവാള മാത്രം തക്കാളി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെടുത്തിട്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്, എക്സാമിൻ്റെ തിരക്കാണ്, ആ പഠനമൊക്കെ ആകെ സ്കൂൾ പറ്റുന്ന സമയത്ത് ടയേർഡായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും അവർക്ക് ഇതുപോലുള്ളൊരു പലഹാരമൊക്കെ ആവശ്യമാണ്. അപ്പോൾ അവരുടെ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിലുള്ളൊരു പലഹാരം കൂടെയാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ലേശം 2-3 ടേബിൾ സ്പൂണും ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്നെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 50% വേവായാൽ തന്നെ മതിയാവും. പിന്നെ നമ്മൾ എന്തൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആദ്യം സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നായിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിൾസ് കുറച്ചൊന്ന് വഴന്ന് വരുന്ന ഒരു പകുതി വേവായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ലേശം കുരുമുളകിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് നോറ്റ സമയത്താണ് നമ്മളിത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉപ്പ് അറിയാതെ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഉപ്പൊക്കെ ഒന്ന് രുചിച്ച് നോക്കാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ച് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ചിക്കൻ ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ സൈഡാക്കിയിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചകഞ്ഞെടുത്താലും മതിയാവും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നോമ്പ് നോക്കണ സമയത്ത് ഇതുണ്ടാക്കുമ്പോൾ ഉപ്പ് രുചിച്ച് നോക്കാമെന്ന്. പക്ഷെ രുചിച്ച് നോക്കിയാൽ നമ്മളെ വായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ, അല്ലാതെ നമ്മളെ നോമ്പ് മുറിഞ്ഞു പോവും. നമ്മൾ ആ ഉപ്പായത് തുപ്പിക്കളയും വേണം. പോരാത്തിന് നന്നായിട്ടൊന്ന് വെള്ളം എടുത്തിട്ട് വായ കഴുകി ഒഴിവാക്കി വായിലുള്ള വെള്ളം മുഴുവൻ ഉറ്റി പോണ വരെ തുപ്പി ഒഴിവാക്കും വേണേ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം കൂടെ കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, നല്ല തിക്ക് ബാറ്റർ, അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ദോശമാവിൻ്റെ പരുവത്തിലുള്ള ഇതാക്കി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ട് ഈ സാധാരണ ദോശ ചുട്ടെടുക്കണ മാതിരി ചുട്ടെടുക്കാം കേട്ടോ. നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലൊക്കെ ചുട്ടെടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ അടുത്തുള്ള ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിൽ ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾ കട്ടി കുറച്ചിട്ട് തന്നെ ചുട്ടെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. തീയൊന്നും ഓവറാകേണ്ട, അടിയൊന്നും കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടി വെക്കാം. അതെല്ലാം മൂടി വെക്കാതെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മളിതിങ്ങനെ ചുറ്റിച്ചാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ദോശ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും.
അപ്പോൾ ഇതാ അത്യാവശ്യം ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാ ഒരു മിക്സിഡ് ജാർ എടുക്കുക. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ചോള ആയതുകൊണ്ട് ഞാൻ 3-4 ചീന്തിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഇല്ലിയൊക്കെ 3-4 ഇല്ലി എടുത്തോളി. പിന്നെ അതിലേക്ക് ലേശം ഉപ്പും ചേർത്തെടുത്തതിന് ശേഷം ഇതാ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ആദ്യം തന്നെ കളഞ്ഞ് ഒഴിവാക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ മിക്സിഡ് ജാറിലേക്ക് നാരങ്ങൻ്റെ കുരു വീണാൽ നമ്മൾ കാണാതിരിക്കും. അപ്പോൾ നമുക്ക് വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടില്ല. ആ കുരുവെല്ലാം നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു മുറിയായിട്ട് എടുക്കണുള്ളൂ. ചെറുനാരങ്ങൻ്റെ ഒരു മുറി എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളടുത്ത് ഈ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ അതിന് പകരം ഒരു മൂടി വിനാഗിരി ഒഴിച്ചെടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ആ ഒരു ഇതൊക്കെ ഒന്ന് അരിണ വരെ, നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടണ വരെ അടിച്ചെടുത്തതിന് ശേഷം ഒരു ലേശം ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കട്ടിക്കൻ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാവും. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പ്, 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒഴിച്ചിട്ട് ഒരുപക്ഷെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സി ജാറ് കൊണ്ടുപോയിട്ട് മിക്സിമേൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസുമല്ല. അപ്പോൾ നമ്മുടെ ഒരു മയോനൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കുറച്ച് ചീസ് വേണം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ എടുക്കുക. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ കുട്ടികളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണ് ഈ ഒരു ചീസ്. ഇത് മുഷറല ചീസാണ്. മുഷറല ചീസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ദോശ എടുക്കുക. നല്ല എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലോ നമുക്ക് ഒരു ഷവർമ ഒക്കെ കഴിക്കണം അതേ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദോശ ചുട്ടെടുക്കാതെ ഒരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് ആ ചപ്പാത്തിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് ദോശനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴച്ച് പരത്തി ചുട്ടെടുക്കണ്ടേ. ചുടൽ ഒരുപാട് വേവാകാൻ പാടില്ല കേട്ടോ. ചപ്പാത്തി ചുടുമ്പോഴും ഒരു ഹാഫ് വേവ് ആവാൻ പാടുള്ളൂ. അപ്പോൾ ദോശ ആകുമ്പോൾ നമുക്ക് വേഗം കലക്കി ഒഴിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത്. ഏതായാലും ഒരു ഷവർമൻ്റെ അതേ രുചിയിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു ദോശ എടുത്ത് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ്ങൊക്കെ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് അത്യാവശ്യം നമ്മൾ ഈ കയ്യിൽ ഈ ഒരു മയോനൈസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഈ സൈഡൊക്കെ ഒട്ടിക്കിട്ടും. ഇനി ഒട്ടിക്കിട്ടില്ല ഞാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് മയോനൈസൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, മൈദ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഈ മയോനൈസ് കൊണ്ട് തന്നെ ഇത് ഒട്ടും. ഇതുപോലെ നല്ല അടിപൊളിയല്ലേ. ഇതിങ്ങനെ തന്നെ കഴിക്കട്ടോ. കാരണം അതിൻ്റെ കഴിച്ച് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ദോശ വെന്തതാണ്, ഇതിൻ്റെ ഉള്ള വെജിറ്റബിൾസൊക്കെ കുറച്ച് കുക്കായതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ചീസ് വെച്ച കാരണത്താൽ നമുക്കിതൊന്ന് ഇതുപോലൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ചീസൊക്കെ ഒന്ന് അലിഞ്ഞ് വെന്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു ഇതായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4-5 വെച്ചിട്ട് തന്നെ ഇതുപോലെ വേവിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുത്താൽ മതിട്ട്. ആ ഒരു മസാല ചീസ് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചട്ടിയിൽ നിങ്ങൾ കുറച്ചൊരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബട്ടറാണ് ഇതിൽ ഇതാക്കിയത്. അങ്ങനെ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാക്കിക്കൊള്ളേണ്ടി കേട്ടോ. എണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന്. ഏതായാലും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിയണത് നിങ്ങൾ ചപ്പാത്തി പരത്തിയിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് പോക്കറ്റൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ സൈഡൊക്കെ നല്ലോണം ആ ഒരു ചീസൊക്കെ കണ്ടില്ല ഇങ്ങനെ ഉരുക്കി വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരിട്ടോ. നല്ല എളുപ്പമാണ്, പിന്നെ ഹെൽത്തിയാണ്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കണില്ല. നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും എണ്ണയിൽ മുക്കി പൊരിക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാനും കഴിയൂല. എങ്ങനെ കഴിക്കുക പേടി. ഇപ്പോൾ എല്ലാവർക്കും പല അസുഖങ്ങളും ഉള്ളതാണ്. പോരാത്തിന് കാല് വയറ്റിലേക്കൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബേജാറാണ്. അപ്പോൾ ഇനി അത്തരം ബേജാറുകളൊന്നും ഇല്ലാതെ
നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. ദോശ വെച്ചിട്ട് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ദോശ വെച്ചിട്ട് ചെയ്തോളൂ. അതല്ല നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളി. എങ്ങനെയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഇനി ചിക്കൻ ഇല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടോ അതല്ലെങ്കിൽ കോഴിമുട്ട വെച്ചിട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.